ഒരുപക്ഷെ മലയാളികൾക്ക് എത്ര പേർക്ക് അത് അറിയുമെന്ന് അറിയില്ല. ശാലിനി എന്ന് പറയുന്ന ആ ഒരു നായികയുടെ കുട്ടിക്കാലവും അതുപോലെ തന്നെ വലുതായതിനു ശേഷം ഒരു നായിക ആയതിനു ശേഷവും ശബ്ദം കൊടുത്ത ഒരു പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിട്ട് ഒരേ ഒരാളത് ഉണ്ടാവുള്ളൂ അല്ലെ? ചേച്ചി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? ആണ്. ഞാൻ അങ്ങനെ മാത്രമേ കണ്ടുള്ളൂ. അതായത് ആ കുട്ടിയായിരിക്കുന്ന ബേബി ശാലിനി ആയിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നായിക ഇപ്പോഴും ശാലിനിയൊക്കെ ആയിട്ട് കോൺടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? വലിയ കോൺടാക്ട് അല്ല, ജസ്റ്റ് ഒരു ഹലോ ഹായ് എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോൾ അവർ അച്ഛനായിട്ടൊക്കെ കോൺടാക്ട് മീറ്റ് ചെയ്യാറൊന്നുമില്ല. ഇല്ല. പിന്നെ ഈ ഡബിങ് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ ചെയ്തു. ഇതിനകത്ത് എന്താണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ നായിക വന്ന് അഭിനയിച്ചു പോകും. ഇപ്പോൾ ചേച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നായിക വന്ന് അഭിനയിച്ചു പോകുമ്പോൾ ചേച്ചിയുടെ കയ്യിൽ അത് കിട്ടുമ്പോൾ അത് എങ്ങനെ അത് എങ്ങനെയാണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മൊത്തം ലാഗ് അടിപ്പിച്ചു പോകും. അതായത് ഒരു കഥാപാത്രത്തിന്റെ സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ അവരത് നോക്കി അവരുടേതായ ഒരു എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഇട്ട് ചെയ്തു വെക്കും. ഈ ഡബിങ് ആർട്ടിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് എന്താ സംഭവം? ഡബിങ് ആർട്ടിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആ ക്യാരക്ടർ എന്താണെന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞാനൊക്കെ ഡബിങ്ങിന് ആദ്യം കയറുമ്പം ഒരു പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഡയറക്ടർ എടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എടുത്തോ അവിടെ ആരാ ഉള്ളത് അസോസിയേറ്റോ ആരാണെങ്കിലും അവരുടെ അടുത്ത് ഒന്ന് ചോദിക്കും, ഈ ക്യാരക്ടറിൻ്റെ നേച്ചർ എന്താണ്, ഒരു സാധുവാണോ അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള പിന്നെ ബബ്ലി ക്യാരക്ടറാണോ അല്ലെങ്കിൽ ഭയങ്കര ബോൾഡാണോ, ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ അതിൻ്റെ കഥയുടെ ഈ ക്യാരക്ടറിൻ്റെ ഒരു ട്രാവലിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ജസ്റ്റ് മനസ്സിലാക്കി വെക്കും. അപ്പോൾ അവർ അതിൽ നിന്ന് ചിലപ്പം വേറെ നാട്ടിലെ നടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഭാഷയായിട്ട് അത്രയ്ക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ചെയ്തതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഈ ക്യാരക്ടറിൻ്റെ എനിക്ക് പറഞ്ഞു തന്ന സ്വഭാവമായിട്ട്. അപ്പം നമ്മൾ എനിക്ക് പറഞ്ഞു തന്ന ക്യാരക്ടറും ആ ക്യാരക്ടറിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഡയറക്ടർക്ക് എന്താണോ ആവശ്യം, അതിലേക്ക് നമ്മൾ നമ്മുടെ മോഡുലേഷനും വോയിസിൻ്റെ ഒരു ടോണും ഒക്കെ ആയിട്ട് അങ്ങനെ അതിലേക്ക് മാറുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാരക്ടറിൻ്റെ ഒരു കണ്ടിന്യൂറ്റി. അപ്പം നമ്മളൊരു ക്യാരക്ടർ എങ്ങനെ തുടങ്ങുന്നു അതിനൊരു നേച്ചർ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഹാഫ് ഡേ ആയിരിക്കും ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്, അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ അത് വേറെ ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഒരു നേച്ചർ എന്താണ്, നമ്മൾ എന്താണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് അത് അങ്ങനെ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഡബിങ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ല, ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം ഡബ് ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചെറിയൊരു സീൻ ബാലൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഇനി കുറെ നേരമായിട്ട് പോസ്റ്റ് അമ്മയുടെ പാത തന്നെ അങ്ങ് പിന്തുടരാൻ വേണ്ടി തീരുമാനിച്ചു. എപ്പോഴായിരുന്നു ആ ഒരു ഡിസൈൻ? അത് 1.5 വയസ്സിലാണ് ആദ്യമായിട്ട് ഡബ് ചെയ്ത്. അതൊരു പക്ഷെ തമാശക്ക് വേണ്ടി ചെയ്തതായിരിക്കാം. തമാശ തന്നെയാണ്. അത് അവള് പോലും അറിയില്ല, അത് അവള് പോലും അറിയാതെ മൈക്കിന് മുമ്പിൽ നിർത്തിയതാണ്.